പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ ദൈവജനമേ, ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ലോകത്ത് ഒരുപാട് ദൈവവിശ്വാസികളുണ്ടെങ്കിലും യഥാർത്ഥ ദൈവവിശ്വാസം, യഥാർത്ഥ ആത്മീയത എന്തെന്ന് ചിന്തിക്കുവാനോ അത് നേടിയെടുക്കുവാനോ സാധിക്കാതെ ഒരു നാമമാത്ര ദൈവവിശ്വാസിയായി, ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ഇന്ന് പലരും പാപവും പുണ്യവും ഒരുപോലെ താലോലിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ജീവൻ്റെ കവാടം എന്ന പ്രോഗ്രാമിൻ്റെ പ്രാധാന്യം എത്രയോ വലുതാണ്. യഥാർത്ഥ ആത്മീയത എന്നാൽ എന്ത് എന്ന് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഒരു ദൈവവിശ്വാസിയുടെ മനസ്സിൽ സമാധാനവും ശാന്തിയും കൈവരിക്കുക. ഇന്ന് പള്ളിയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു 6 മാസം, 1 വർഷത്തെ കാലാവധിയെ അതിന് കാണുന്നുള്ളൂ. വലിയ വലിയ രോഗശാന്തി ലഭിച്ചവരും വലിയ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവരും അധികം താമസിക്കാതെ അവരുടെ വിശ്വാസം തണുത്ത് മറ്റ് ജീവിത വ്യഗ്രതയിലേക്ക് പോയി ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ, ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കാൻ പറ്റാതെ, യേശു സാക്ഷ്യം വഹിക്കാതെ ജീവിക്കുന്ന അനേകരെ നമ്മളിന്ന് കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം താൽക്കാലികമായ ഒരു ജീവിതമാണെന്ന് ഒരു തിരിച്ചറിവ് ഇന്ന് നമുക്ക് പലർക്കുമില്ല. നമുക്കറിയാം, നമ്മൾ ഒരു ടൗണിൽ ചെല്ലുന്നെങ്കിൽ അവിടെ 2 ദിവസം താമസിക്കുന്നു ഒരു വാടക മുറി എടുത്തുകൊണ്ട്. നമ്മളൊരു നാട്ടിൽ ഫാമിലിയായിട്ട് ഒരു ജോലി സ്ഥലത്ത് പോകുന്നെങ്കിൽ അവിടെ ഒരു വാടക വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭംഗിയോ അതിൻ്റെ വലിപ്പമോ അതിൻ്റെ സൗകര്യമോ നമ്മൾ അധികം കൂടുതലായി ശ്രദ്ധിക്കാറില്ല. നമ്മൾ സ്വന്തമായിട്ട് ഒരു ഭവനം പണിയുമ്പോൾ ആ സ്ഥലം അനുയോജ്യമായിരിക്കണം, വെള്ളമുള്ളതായിരിക്കണം, റോഡ് സൗകര്യം വേണം, അതിന് വളരെ വിലപിടിപ്പുള്ള ഒരു സ്ഥലമായിരിക്കണം, നല്ല വീടായിരിക്കണം നമ്മളത് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ആ വീടും 50, 60, 100 വർഷം കഴിയുമ്പോൾ നമ്മളും വിട്ടുപോകേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ കവാടം എന്നീ പ്രോഗ്രാമിൽ ഈ ലോക ജീവിതത്തിനപ്പുറത്ത് നിത്യമായൊരു ജീവിതം സ്വർഗത്തിലുണ്ട് എന്നൊരു പ്രത്യാശ ഒരു ദൈവവിശ്വാസിക്ക് ഉള്ളിൽ തട്ടുന്നില്ലെങ്കിൽ, ഈ ലോക ജീവിതം ഒരു താൽക്കാലിക ജീവിതമാണെന്ന് അവൻ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഫിലിപ്പിയർ 3:20 പറയുന്ന പോലെ നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. ഒരു മനുഷ്യൻ്റെ, ഒരു ദൈവവിശ്വാസിയുടെ അവൻ്റെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശരിയായ ഒരു മാറ്റമുണ്ടാവുക, മാനസാന്തരം ഉണ്ടാവുക. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് പനക്ലച്ചൻ, ലോകപ്രശസ്ത വചനപ്രഘോഷനായ ആ പനക്ലച്ചൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തി ദൈവത്തെ അറിഞ്ഞ വ്യക്തി എന്ന് അവൻ അഭിമാനിക്കണമെങ്കിൽ ആ മനുഷ്യൻ ഈ ലോകത്തിലും പരലോകത്തെക്കുറിച്ചുമുള്ള ചിന്തകളടങ്ങിയ ഒരു ബോധ്യമുള്ളവനായിരിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് എന്നും വിശ്വസിക്കുന്ന നല്ലത് തന്നെ. അതിനപ്പുറത്ത്, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ജീവിതം ദൈവത്തോടൊപ്പം നിത്യമായിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് സ്വീകരിച്ചുകൊണ്ട് അവൻ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസിയായി തീരുക. ഹെബ്രായ ലേഖനം 13:14 പറയുന്നില്ലേ, ഇവിടെ നമുക്ക് ഒരു നിത്യമായ നഗരമില്ല. നമ്മൾ അന്വേഷിക്കുന്നത് നിത്യമായ ഒരു നഗരമാണ്. ആ നഗരത്തെപ്പറ്റി പ്രതീക്ഷയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസി. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ്റെ കവാടം എന്നീ പ്രോഗ്രാമിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ യഥാർത്ഥ ഒരു ദൈവവിശ്വാസിയാണോ? ഞാൻ യഥാർത്ഥ ഒരു ക്രിസ്തു വിശ്വാസിയാണോ? അതോ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയാണോ? നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:19 വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഒരുവൻ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നതെങ്കിൽ മറ്റെല്ലാവരെയും അവൻ നിർഭാഗ്യവാനാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ധ്യാനം കൂടുന്നത്, ഇങ്ങനെ നമ്മുടെ എല്ലാ ഭക്തകൃത്യങ്ങളും ഈ ലോകത്തിൽ ചില കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം. രോഗശാന്തി കിട്ടണം, കുടുംബത്തിൽ നല്ല സമാധാനം വേണം, മകളുടെ കല്യാണം നടക്കണം, വീട് കെട്ടണം, ജോലി കിട്ടണം, ഇതൊന്നും വേണ്ടെന്നല്ല. ഇതിനപ്പുറത്ത് നിത്യമായൊരു ജീവിതം സ്വർഗത്തിലുണ്ട് എന്നൊരു പ്രത്യാശ ഉള്ളിൽ തട്ടാതെ, ആ ഒരു അറിവില്ലാതെ, ആ ഒരു ബോധ്യമില്ലാതെ ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനും നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ നിർഭാഗ്യവാന്മാരാണ്, നിർഭാഗ്യവതിയാണ് എന്ന് ബൈബിൾ നമ്മളോട് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് ചിന്തിക്കുക, ഈ നിത്യജീവൻ്റെ കവാടം അല്ലെങ്കിൽ ജീവൻ്റെ കവാടം എന്ന പ്രോഗ്രാമിലൂടെ ഒരു യഥാർത്ഥ ആത്മീയത എന്നാൽ എന്തെന്ന് നാം ചിന്തിക്കുകയാണ്. എന്താണ് ഈ ആത്മീയത? പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് മതവിശ്വാസങ്ങളുണ്ട്, ഒരുപാട് ദൈവവിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളിലെല്ലാം അടിസ്ഥാനം ആത്മീയതയാണ്. ഈ ആത്മീയത എന്ത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ബൈബിൾ എന്താണ്, ആത്മീയത എന്നാൽ എന്തെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 1 തിമോത്തി 4:8 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചൊക്കെ ഗുണമുണ്ട്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചൊക്കെ ഗുണമുണ്ട്. എന്നാൽ ആത്മീയതയാകട്ടെ വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ്. അത് ഈ ലോക ജീവിതത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുമുള്ള ചിന്തകളടങ്ങിയ കാര്യങ്ങളാണ്. നമുക്കറിയാം, ഓടാൻ പോകുന്നു, നീന്താൻ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഇതെല്ലാം നല്ലതാണ്. കൊളസ്ട്രോൾ മാറും, ഡയബറ്റിക് മാറും, മറ്റ് രോഗങ്ങൾ മാറും, ഇതെല്ലാം നല്ലതാണ്. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെ പറയുന്നത്. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചൊക്കെ ഗുണമുണ്ട്, എന്നാൽ ആത്മീയതയാകട്ടെ വളരെ വിലപ്പെട്ടതാണ്. അത് ഈ ലോക ജീവിതത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ജീവിതം. അതെവിടെയാണ്? ഈ കേരളത്തിലല്ല, ഈ ഭാരതത്തിലല്ല, ഈ ഭൂമിയിലല്ല, സ്വർഗത്തിൽ. ആ സ്വർഗത്തിൽ നിത്യമായ ഒരു ജീവിതമുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവനായിരിക്കണമെന്ന് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ ആത്മീയത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്, നമ്മൾ ശരിയായ ഒരു ആത്മീയ മനുഷ്യനാണോ? ആത്മീയ മനുഷ്യനാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. ഭൂമിയിൽ ധാരാളം മനുഷ്യർ, ഇപ്പോഴാണെങ്കിൽ ലോകത്ത് 650 കോടി ജനങ്ങൾ ജീവിക്കുക. ഈ ജനങ്ങളെ ആത്മീയമായി നോക്കുമ്പോൾ രണ്ടായിട്ട് തരംതിരിക്കുക. ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, മറ്റൊരു വിഭാഗം ദൈവത്തിൽ വിശ്വസിക്കാത്തവർ. ഈ ഭൂമിയിൽ നമുക്കറിയാം, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. ലോകത്ത് ഇന്ന് 12ഓളം മതങ്ങളുണ്ട്. ഈ മതങ്ങളിൽപ്പെട്ടവരെല്ലാം നല്ല ദൈവവിശ്വാസികളാണ്. ഈ മതങ്ങളിൽപ്പെട്ടവരെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് എത്രയോ പ്രാധാന്യമുള്ള കാര്യമാണ്, ദൈവം സന്തോഷിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ 12ഓളം മതങ്ങളിൽപ്പെട്ട ഈ വ്യക്തികളെല്ലാവരും ശരിയായ ഒരു ആത്മീയതയിലേക്ക് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുക. ദൈവം ആഗ്രഹിക്കുക. ദൈവം അത് വളരെയധികം അഭിലഷിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണോ? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ആരാണ് ഒരു ദൈവവിശ്വാസി? നമ്മൾ ഓരോരുത്തരും ഉത്തരം കണ്ടുപിടിക്കണം. നമ്മൾ ദൈവവിശ്വാസിയാണോ എന്ന ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആരാണ് ഒരു ദൈവവിശ്വാസി? ഞാൻ ഒരിക്കൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചു. അവിടെ ഒരു 1000ഓളം പേര് ധ്യാനിക്കുകയാണ്. അവിടെ ഞാനിങ്ങനെ ചോദിച്ചു, നമ്മൾ ദൈവവിശ്വാസികളാണോ? അതെ, എല്ലാവരും കൈപൊക്കി. എങ്കിൽ ഒരു ദൈവവിശ്വാസി ആരെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ്. ഇങ്ങനെ പറയുമ്പോൾ ആർക്കും ഉത്തരമില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഒരു ദൈവവിശ്വാസി എന്തൊക്കെ വിശ്വസിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരമില്ല. ഞാൻ വീണ്ടും സമയം കൊടുത്തു, നിങ്ങൾ ആലോചിക്കുക, തെറ്റായിട്ട് പറ. അവരെല്ലാം ആലോചിച്ചിട്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരു ദൈവവിശ്വാസി എന്തൊക്കെ വിശ്വസിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നില്ല, അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു എളുപ്പമുള്ള ചോദ്യം ഞാൻ ചോദിക്കാം. ഇത് നിങ്ങൾക്ക് വിഷമെങ്കിൽ ഞാൻ എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. ആരാണ് ഒരു നിരീശ്വരവാദി? ആരാണ് ഒരു നിരീശ്വരവാദി എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ വായിലും ഉത്തരം, ദൈവത്തെ നിഷേധിക്കുന്നവൻ. ശരിയാ, ദൈവവിശ്വാസികളായ നമുക്ക് ദൈവവിശ്വാസി ആരെന്ന് നമുക്കറിയില്ലെങ്കിലും നിരീശ്വരവാദി ആരെന്ന് ചോദിച്ചപ്പോൾ തൽക്ഷണ ഉത്തരം ദൈവത്തെ നിഷേധിക്കുന്നവൻ. വളരെ ശരിയാ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം, ആരാണ് നിരീശ്വരവാദി എന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ദൈവവിശ്വാസി ആരെന്ന് ചിന്തിക്കാം. ഒന്ന് പറഞ്ഞേ, ആരാ ഒരു നിരീശ്വരവാദി? ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് ഒരു നിരീശ്വരവാദി ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഒരു നിരീശ്വരവാദി ഒരിക്കലും ദൈവമാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് അവൻ സമ്മതിക്കുന്നില്ല. ശരിയല്ലേ? ശരിയാ. വീണ്ടും നമ്മൾ ചിന്തിക്കണം, ആരാണ് അവൻ്റെ സ്വഭാവം എന്താ? ഒരു നിരീശ്വരവാദി ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. അവൻ പള്ളിയിൽ പോവില്ല, മോസ്കിൽ പോവില്ല, അമ്പലത്തിൽ പോവില്ല, അവൻ പ്രാർത്ഥിക്കില്ല, ദൈവത്തെ ആരാധിക്കില്ല. ഒരു നിരീശ്വരവാദി ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. രണ്ട് കാര്യം ശരിയാണ്. മൂന്നാമത്തെ കാര്യം എന്താ? ഞാൻ ഞങ്ങളോട് ചോദിക്കുക, എന്താണ് നിരീശ്വരവാദിയുടെ മൂന്നാമത്തെ പ്രശ്നം? എന്താണ് നിരീശ്വരവാദിയുടെ മൂന്നാമത്തെ പ്രത്യേകത? ദൈവവിശ്വാസികളായ നമ്മൾ അവനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട അവൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ആർക്കും ഉത്തരവില്ല. മൂന്നാമത്തെ കാര്യം പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതാ ഒരു നിരീശ്വരവാദി ഒരിക്കലും മരണാനന്തര ജീവിതത്തിൽ പ്രത്യാശയില്ല. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ജീവിതം സ്വർഗത്തിലുണ്ട് എന്ന് അവന് പ്രത്യാശയില്ല. അവൻ വിചാരിക്കുക, ഈ ലോകം കൊണ്ട് തീർന്നു. അവൻ പറയും, ഞാൻ മരിച്ചാൽ, ഞാൻ ചത്താൽ എന്നെ എവിടെയെങ്കിലും ആ കന്നുകാലി കൊണ്ട് അപ്പുറം തട്ടിയേക്ക്, എന്നെ പള്ളിയിലും കൊണ്ടുപോണ്ട, അമ്പലത്തിലും കൊണ്ടുപോണ്ട, മോസ്കിലും കൊണ്ടുപോണ്ട, എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും വേണ്ട, എന്നെ ആ കന്നുകാലെ കൊണ്ട് അപ്പുറേ ഒരു കുഴുകുത്തി അവിടെ കുഴിച്ചിട്ടാൽ മതി. എന്താണ് കാരണം? ഒരു കന്നുകാലി ചാകുന്ന പോലെ, ഒരു കോഴി ചാകുന്ന പോലെ, ഒരു ആട് ചാകുന്ന പോലെ ഇവിടം കൊണ്ട് തീർന്നു എന്നവൻ വിശ്വസിക്കുക. പ്രിയപ്പെട്ട ഒരു നിരീശ്വരവാദിയുടെ കഷ്ടകാലമാണ്. ആ ഒരു നിരീശ്വരവാദിക്ക് അത്രേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനല്ല, ദൈവം അവനെ സൃഷ്ടിച്ചെന്ന് സമ്മതിക്കില്ല. ഈ ലോകം കൊണ്ട് ഒരു മൃഗത്തെ പോലെ ചത്തൊടുങ്ങി തീരേണ്ടതാണ് എൻ്റെ ജീവിതമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, പെരുമാറുന്നു. അവൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും അതുതന്നെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിന്നെ ആരാണ് ദൈവവിശ്വാസി? ഇനിയും പറയാൻ എളുപ്പമുണ്ടല്ലോ. ആരോ ദൈവവിശ്വാസി?
അപ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടും, ഇപ്പോൾ പറഞ്ഞതിന് നേരെ എതിര് പിടിച്ചാൽ മതിയല്ലോ. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും ആ ദൈവം എന്നെ പരിപാലിക്കുമെന്നും മരണാനന്തരം ഒരു ജീവിതം എനിക്കുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി ദാഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി പ്രത്യാശ വെക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും ആ ദൈവം എന്നെ പരിപാലിക്കുമെന്നും മരണാനന്തരം ഒരു ജീവിതം എനിക്ക് സ്വർഗത്തിലുണ്ട്, ദൈവത്തോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന, മുഖാമുഖം കണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവവിശ്വാസി. ഞാൻ ഈ കഴിഞ്ഞ 25 വർഷത്തെ അനുഭവത്തിൽ ഞാനിങ്ങനെ ഒരുപാട് പരിപാടികൾ സംസാരിക്കും. എല്ലാ മതസ്ഥരുമായിട്ട്, നല്ല പണ്ഡിതന്മാരായിട്ട് സംസാരിക്കുമ്പോൾ ലോകത്തുള്ള സകല മതവിശ്വാസികളും ഈ 3 കാര്യം വിശ്വസിക്കുന്നവരാണ്. ദൈവം എന്തുമാത്രം സന്തോഷിക്കുന്നു, ദൈവം എന്തുമാത്രം ആനന്ദിക്കുന്നു, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും ആ ദൈവം എന്നെ നയിക്കുമെന്നും മരണാനന്തരം ദൈവത്തിലെത്തണമെന്നും ലോകത്തുള്ള സകല ദൈവവിശ്വാസികളും വിശ്വസിക്കുന്നു എന്നുള്ള വലിയ സത്യം ബോധ്യപ്പെട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആത്മീയത എന്നാൽ എന്തെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇതാ ഒരു ആത്മീയ മനുഷ്യൻ ഞാൻ ഇന്നൊരു ആത്മീയ മനുഷ്യനാണോ നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു ആത്മീയനാണെങ്കിൽ അവൻ ദൈവവിശ്വാസിയാണെന്ന് അഭിമാനിക്കുകയും അവൻ ആത്മീയനാണ് എന്ന് ധരിക്കുകയും ചെയ്യണമെങ്കിൽ അവൻ ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ വേണം, നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ വേണം. അതിനപ്പുറത്ത് ഈ ലോകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ പോകുന്ന, ധ്യാനം കൂടുന്ന ഒരുപാട് പേരുടെ സമൂഹം ഇന്നിവിടെ കണ്ടുവരികയാണ്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 2010 ഓഗസ്റ്റ് 5-ാം തീയതി അട്ടപ്പാടിയിൽ ഒരു മാസാദ്യ വെള്ളിയാഴ്ച കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട സീവർ ഖാൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിവിടെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, സബജൻ ബ്രദറെ, സ്വർഗത്തെക്കുറിച്ചും തീനരകത്തെക്കുറിച്ചും വളരെ ശക്തമായിട്ട് പറയണം എന്ന് പറഞ്ഞ് എന്നെ പ്രസംഗിക്കാൻ കയറ്റിവിട്ടു. 40ഓളം അച്ഛന്മാർ പുറകിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സീവർ ഖാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ 650ഓളം സിസ്റ്റേഴ്സ്, ഒരു 30,000-ഓളം ജനങ്ങൾ ഇങ്ങനെ യേശുവിൻ്റെ വചനം കേൾക്കാൻ കാത്തിരിക്കുന്ന വേളയിൽ ഞാൻ ഈ എളിയ ദാസൻ ഞാൻ അവിടെ ചോദ്യം ചോദിച്ചു, അൽഫോൻസാമയെ സഭ വിശുദ്ധിയായി പ്രഖ്യാപിച്ചതിൽ സന്തോഷിക്കുന്നു? അൽഫോൻസാമയെ സഭ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ കരമുയർത്തി പിടിക്കാം. എല്ലാവരും കരമുയർത്തി, ചിലർ 2 കൈ ഉയർത്തി, ഭയങ്കര സന്തോഷം, എല്ലാവർക്കും അഭിമാനം. എല്ലാവരും കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദ്യം ചോദിച്ചു, അൽഫോൻസാമയെ പോലെ എനിക്കും ഒരു നാൾ സ്വർഗത്തിലെത്തണം, ഈശോയുടെ അടുത്തെത്തണം, ദൈവത്തെ സ്തുതിക്കണം എന്ന് ഈ കാലം വരെ, ഈ നിമിഷം വരെ ജീവിതത്തിൽ ഒന്ന് ആഗ്രഹിച്ചവർ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചവർ ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആകെ കരമുയർത്തിയത് ഈ 30,000-ൽ 30 പേര്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായി കാണിയില്ല, അല്ലെങ്കിൽ മൈക്കിനെന്താ കുഴപ്പമാണോ? ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു, അൽഫോൻസാമയെ പോലെ മരണാനന്തരം എനിക്കും ഒന്ന് സ്വർഗത്തിലെത്തണമെന്ന് പ്രാർത്ഥിച്ചവർ, ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്താൻ പറഞ്ഞപ്പോൾ 10 പേരും കൂടെ കൈ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയത എവിടെ നിൽക്കുന്നു? നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? ആ സമയത്ത് ബഹുമാനപ്പെട്ട സീവർ ഖാൻ അച്ഛൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അച്ഛൻ ചാടി എഴുന്നേൽക്കുക ഇത് കണ്ടിട്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സത്യമാണ്, ഇതൊരു വലിയ നഗ്ന സത്യമാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, പ്രാർത്ഥനകളൊക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യൻ അവന് രോഗശാന്തി കിട്ടണം, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കണം, അവൻ്റെ വീട് വിൽക്കണം, കടം മാറണം, പെണ്ണിനെ കെട്ടിക്കണം, അതിനപ്പുറത്ത് യേശു കുരിശിൽ പിടഞ്ഞ് നേടിത്തന്ന സ്വർഗം വേണമെന്ന്, എനിക്കും അൽഫോൻസാമയെപ്പോലെ ഒരു നാൾ സ്വർഗത്തിലെത്തി ദൈവത്തെ സ്തുതിക്കണമെന്ന്, ആരാധിക്കണമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അന്ധത, ഒരു മൂഢത സാത്താൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുതരിക. പ്രിയപ്പെട്ടവരെ, എൻ്റെ വചന പ്രഘോഷണ രംഗത്ത് ഞാൻ എപ്പോഴും സാധാരണ പറയാറുള്ള, ഞാനും ചിന്തിക്കാറുള്ള ഒരു കാര്യം ഇതാണ്, അൽഫോൻസാമ സ്വർഗത്തിലെത്തിയാൽ അൽഫോൻസാമയ്ക്കൊള്ളാം. അൽഫോൻസാമ സ്വർഗത്തിൽ പോലെ അൽഫോൻസാമയ്ക്ക് ദൈവത്തെ കാണാം, ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തീനരകത്തിൽ തീക്കകത്ത് കിടന്ന് ഇളകിയിട്ട് ആണ്ടിരിക്കുന്ന അൽഫോൻസാമ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല. ഒരു വിശ്വാസി, ഒരു ആത്മീയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. എൻ്റെ ദൈവം യേശുക്രിസ്തു കുരിശിൽ പിടഞ്ഞ് മരിച്ചത് എന്നെ ഒരു വിശുദ്ധനാക്കാനാണ്, ഒരു വിശുദ്ധിയാക്കാനുള്ള ബോധ്യത്തോടെ. സ്വർഗ്ഗ ലക്ഷ്യമാക്കി ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവൻ്റെ പാപത്തെ വൃത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമാണ്. ആ ഒരു ആത്മീയനല്ല ഞാനൊരു ജഡികൻ തന്നെ എന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചേ, ലോകത്തുള്ള നമ്മുടെ ഇടയിലുള്ള നമ്മൾക്കറിവിൽപ്പെട്ട എല്ലാ മതവിശ്വാസികളും അവരവരുടെ വിശ്വാസപ്രകാരം സ്വർഗത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. നമ്മുടെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ, ഞാനൊരിക്കൽ ഒരു ഹൈന്ദവ സഹോദരനോട് ചോദിച്ചു,
ഒരു ഒരു അവരുടെ നല്ല അറിവുള്ള മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾക്ക് മോക്ഷത്തെപ്പറ്റി പ്രത്യാശയില്ലേ? ഉണ്ട്, ഞങ്ങൾക്ക് മോക്ഷത്തെപ്പറ്റി നല്ല പ്രത്യാശയുണ്ട്. ഞാൻ ചോദിച്ചു, മോക്ഷത്തിൽ പോകാൻ എന്താ നമ്മുടെ തടസ്സം? നമ്മുടെ പാപം. ആ പാപത്തിന് വേണ്ടി നിങ്ങളെങ്ങനെയാണ് പരിഹാരം ചെയ്യുക? അപ്പോൾ അയാൾ പറഞ്ഞു, ഇതാ ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ബലിദാനം നടത്തുന്നു. എനിക്ക് വലിയ സന്തോഷമായി, ഒരു വലിയ അറിവാണ് കിട്ടിയത്. എന്തുമാത്രം അവർ അവന് വേണ്ടി കഷ്ടപ്പെടുന്നു. കർക്കിടക ഒന്നിന് നമ്മൾ കാണുന്നില്ലേ, ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ മരിച്ചവർക്ക് വേണ്ടി അവർ ബലിയർപ്പിക്കുക. വീണ്ടും ചോദിച്ചു, മറ്റെന്താ ജീവിച്ചിരിക്കുന്നവർ ചെയ്യുക? അവർ പറഞ്ഞു, പുണ്യ സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കും. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ നല്ലവരായ ഹൈന്ദവ സൗരങ്ങൾ ശബരിമലയിലേക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ട അവർ ത്യാഗം ചെയ്താൽ വരുന്നത്. 30, 40, 50 ദിവസം വ്രതമെടുത്ത് അവർ അതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങി കാലിൽ ചെരുപ്പ് പോലും ഇടാതെ ടാർട്ടർ റോഡിലൂടെ നടന്ന് അവർ ദൈവത്തെ അന്വേഷിക്കുന്നു, അവരുടെ പാപത്തിന് പരിഹാരം ചെയ്യുന്നു. നമ്മളതിൽ സന്തോഷിക്കണം, അഭിമാനിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാ ദൈവവിശ്വാസികളും സ്വർഗത്തിന് വേണ്ടി അവരുടെ ആചാരപ്രകാരം വിശ്വാസപ്രകാരം പ്രയത്നിക്കുന്നു എന്ന് ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞു. നമ്മുടെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ, ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കാസർഗോഡ് ജില്ലയിൽ താമസിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മുസ്ലിം സഹോദരങ്ങളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ നല്ല പ്രത്യാശയുണ്ട്, ഇവിടം കൊണ്ട് തീരുന്ന നല്ല ജീവിതം, മരണാനന്തര ജീവിതം സ്വർഗത്തിലുണ്ട് എന്നവർക്കറിയാം. ഞാൻ ചോദിച്ചു, സ്വർഗത്തെ പോകാൻ എന്താ നമ്മുടെ തടസ്സം? നമ്മുടെ പാപം. ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് പരിഹാരം ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഓരോ പാപത്തിനും അതിനെതിരായ പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ദൈവം ആ പാപം പരിഹരിച്ചു തന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ദാനധർമ്മം ചെയ്യും. പാപം ചെയ്തൊരു വ്യക്തി ആ പാപത്തിന് പരിഹാരമായി ദാനധർമ്മം ചെയ്യും. ഒരു വലിയ തിരിച്ചറിവ് എനിക്ക് കിട്ടി. വീണ്ടും ഞാൻ ചോദിച്ചു, മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്, ഞങ്ങളിതാ മെക്കയ്ക്ക് പോകാറുണ്ട്, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, മെക്കയിൽ പോകുന്നു. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങളിതാ സാത്താനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു, തെറ്റ് പാപത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നല്ലവരായ ദൈവവിശ്വാസികൾ അവരവരുടെ വിശ്വാസപ്രകാരം അവൻ ഏത് മതസ്ഥനായിക്കൊള്ളട്ടെ അവർക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. ഞാൻ 1995 ജെറൂസലം കാണാൻ പോയി. അന്നാണ് ഞാൻ മറ്റൊരു സത്യം മനസ്സിലാക്കുന്നത്. യഹൂദർ മുൻകാലഘട്ടങ്ങളിൽ ആടിനെ അറുത്ത്, കുഞ്ഞാടിനെ അറുത്ത്, അല്ലെങ്കിൽ അത് പ്രാവിനെ അറുത്ത് പാപ പരിഹാര ബലി ചെയ്തിരുന്നവർ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുകയാണ് മറ്റൊരു പരിഹാര പ്രവൃത്തി. യഹൂദന്മാർ രാവിലെ ജെറൂസലം ദേവാലയത്തിൻ്റെ മതിലിൻ്റെ അടുത്ത് വന്ന് തല കൊണ്ട് മതിലിട്ടിടിക്കുക. ഞാനിത് കണ്ടിട്ട് വലിയ അതിശയം, ഈ മതിൽ ഇനി ഇടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡിനോട് ചോദിച്ചു, ഗൈഡേ ഇവരെന്തായി ചെയ്യുന്നേ? അപ്പോൾ അവർ പറയാണ്, അവരവരുടെ പാപത്തിന് പരിഹാരം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം കണ്ടപ്പോൾ മനസ്സിൽ എനിക്കൊരു വലിയ സന്തോഷ വാർത്തയുണ്ടായി. ലോകത്തുള്ള സകല ദൈവവിശ്വാസികളും സ്വർഗത്തിന് വേണ്ടി മോക്ഷത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരുന്നില്ല എന്ന സത്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ നാളിൽ അടുത്തൊരു ധ്യാനകേന്ദ്രത്തിൽ ചോദ്യം ചോദിച്ചു, ലോകത്തുള്ള സകല മതവിശ്വാസികളും സ്വർഗത്തിലെത്താൻ ഇന്നുവരെ യേശുവിനെ അറിഞ്ഞവരും മുൻകാലഘട്ടങ്ങളിൽ യേശുവിനെ അറിയാതെ മരിച്ചുപോയവരും അവർ സ്വർഗത്തേക്ക് പോകാൻ വേണ്ടി അവരവരുടെ ബുദ്ധിപ്രകാരം സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ, ത്യാഗം ചെയ്യുമ്പോൾ, അവർ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളായ നമ്മളാരും ഇതുപോലെ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യണമെന്ന് ബൈബിൾ പറയുന്നില്ല, സഭ പഠിപ്പിക്കുന്നില്ല? ചിന്തിച്ചോ? നിങ്ങൾ ചിന്തിച്ചോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവർ. നമുക്കെന്താ വിശ്വാസമില്ലേ? നമുക്കെന്താ പാപമില്ലാഞ്ഞിട്ടാണോ? ഞാനിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ കുറേ സമയത്തേക്ക് ആരും മിണ്ടുന്നില്ല. നല്ല വിശ്വാസികളാണ്, അവർ മിണ്ടുന്നില്ല, അനങ്ങാണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉത്തരവില്ലേ? ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു, എന്താ കാരണം? അവരാരും മിണ്ടുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഉത്തരം പറയുന്നില്ല, പക്ഷേ ഞാൻ തൊട്ട് കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത് തന്നെ ഒരു ക്രൂസിനായ യേശുവിൻ്റെ രൂപം. ഞാൻ ആ രൂപത്തെ പോയി തൊട്ടു. ഇതാ കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മൾ വേദനിക്കാതിരിക്കാൻ, ബുദ്ധിമുട്ടാതിരിക്കാൻ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യേശു നമുക്ക് വേണ്ടി നടന്നു കഴിഞ്ഞു, തലയിടിച്ചു കഴിഞ്ഞു, തല്ല് കൊണ്ടു കഴിഞ്ഞു, കുരിശിൽ പടഞ്ഞ് മരിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സത്യത്തെപ്പറ്റി തിരിച്ചറിവില്ലാത്ത ആയിരക്കണക്കിന് 10,000 ക്രിസ്ത്യാനികൾ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി, ഒരു വിശ്വാസമില്ലാത്തവരായി, ഒരു ആത്മീയരാകാതെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ഒരു ആത്മീയതയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അവൻ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസിയാവുന്നുള്ളൂ. യേശുവിനെ അറിയാമെന്നുകൊണ്ട് കാര്യമില്ല. യേശു ആരെന്ന്, ദൈവം എന്തിനായിട്ട് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചെന്ന്, ആ യേശു എന്തിനു വേണ്ടി കുരിശിൽ പടഞ്ഞ് മരിച്ചെന്ന്, ഉദ്ധനായ യേശുവിൻ്റെ ആഗ്രഹം എന്തെന്ന് എല്ലാം ബോധ്യപ്പെട്ട് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി, നിത്യരക്ഷ ലക്ഷ്യമാക്കി ഒരു വ്യക്തി ജീവിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാവുക, യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാവുക. ഈ ലോകത്ത് ഒരുപാട് വിശ്വാസികൾ, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അവരിൽ പലർക്കും സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം യേശുവിനെ, തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനിയില്ല, ഔസേപ്പച്ചനില്ല, പള്ളിയില്ല, പോപ്പില്ല.
ദൈവം തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തുള്ള സകല മനുഷ്യനെയും പാപത്തിന് പരിഹാരം ചെയ്യാൻ. അത് യേശു ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് ദൈവം തന്നെ പരിഹാരം ചെയ്ത് കഴിഞ്ഞു. മനുഷ്യനല്ല, നമ്മളല്ല, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് ഒരു വ്യക്തി സ്വീകരിച്ചുകൊണ്ട് അവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, യേശുവിനെ ആരാധിക്കുമ്പോൾ, ദൈവത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവരതാ യഥാർത്ഥ ഒരു ആത്മീയ മനുഷ്യനെ മാറും. അവൻ്റെ ആത്മീയത സ്വർഗ്ഗരാജ്യം ലക്ഷ്യം വെച്ചുള്ള ആത്മീയതയാണ്. അല്ല, ഈ ലോകത്തിന് വേണ്ടി മാത്രമുള്ള ആത്മീയത അല്ല, ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നതല്ല. അവനൊരു യഥാർത്ഥ ദൈവവിശ്വാസി ആവുക. ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു എൻ്റെ കഠിന പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് എന്നെ നിത്യജീവൻ അവകാശിയാക്കി, ജീവൻ്റെ കവാടത്തിന് അവകാശിയാക്കി എന്നുള്ള ബോധ്യം സ്വീകരിച്ചുകൊണ്ട് പാപത്തെയും പാപസന്തോഷങ്ങളെയും വെറുത്തുപേക്ഷിച്ച് പാപപരിമാനങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് സ്വർഗ്ഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോഴാണ് അവൻ വിശ്വാസിയാവുക, അവൻ ആത്മീയ മനുഷ്യനാവുക. യേശു പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കാര്യം ബോധ്യപ്പെടണം. സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുള്ള വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ചെയ്യാൻ സാധിക്കുന്നില്ല. നിത്യജീവനെ കുറിച്ച് തിരിച്ചുള്ള വ്യക്തി അവൻ വിശുദ്ധി ജീവിക്കും, അവൻ പാപം ചെയ്യില്ല. അറിയാതെ ഒരു പാപം ചെയ്തു പോയാൽ ഉടൻ തന്നെ അവൻ അനുദപിക്കും. ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് പറ്റിപ്പോയി. അവൻ ദൈവത്തോട് മാപ്പ് ചോദിക്കും, അവൻ അനുദപിക്കും, അവൻ നല്ല കുമ്പസനത്തേക്ക് കടന്നു വരും. കാരണം അവൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. ഇതാണ് ആത്മീയത. ഈ ഒരു ആത്മീയതയുടെ കാര്യമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ചിന്തിക്കുക. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കട്ടെ, എൻ്റെ ജീവിതം ഒരു ആത്മീയ ജീവിതമാണോ? ഞാൻ യഥാർത്ഥ ആത്മീയനാണോ? ഞാൻ ശരിയായ ദൈവവിശ്വാസിയാണോ? അതോ ഈ ലോകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം, ചില കാര്യസാധ്യതയ്ക്ക് മാത്രമായി പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരു കന്നുകാലിയെപ്പോലെ, ഒരു കാളയെപ്പോലെ ചത്തൊടുങ്ങി തീരേണ്ടതല്ല എൻ്റെ ജീവിതമെന്നും മരണാനന്തരം ദൈവത്തിൻ്റെ അടുത്തെത്തി സ്വർഗത്തിലെത്തി ദൈവത്തെ മുഖാമുഖം കണ്ട് ഹല്ലേലൂയ വിളിച്ച് ആരാധിക്കേണ്ട ജീവിതമാണെന്നും തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ദൈവമേ, ഇന്നത്തെ വചനം കേട്ട ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈശോയെ, ഞാൻ യഥാർത്ഥ ദൈവവിശ്വാസിയാണോ എന്ന് ചിന്തിക്കുവാൻ, എൻ്റെ ആത്മീയത അതിൻ്റെ ആഴമെത്ര എന്ന് ബോധ്യപ്പെടാൻ, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതം സ്വർഗത്തിലുണ്ടെന്നുള്ള പ്രത്യാശയോടെ പാപത്തെയും പാപ സന്തോഷങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ മുന്നേറുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ തമ്പുരാനെ, ഇന്ന് ലോകത്തുള്ള സകല ദൈവവിശ്വാസികൾക്കും സ്വർഗത്തെ പോകാൻ തടസ്സം അവൻ്റെ പാപമെങ്കിൽ ആ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തുള്ള ഏക ദൈവം യേശു മാത്രമാണെന്നുള്ള വലിയ തിരിച്ചറിവ് നൽകി വിശുദ്ധിയോടെ വിശ്വാസത്തോടെ സ്വർഗ്ഗരാജ്യം ലക്ഷ്യമാക്കി യേശുവിനെ ആരാധിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.